തലവേദന പലരെയും പീഡിപ്പിക്കുന്നത്. എന്തിനാണ് ഈ കയ്പ് വെച്ചുകൊണ്ട് നാം നമ്മുടെ ശരീരത്തെ തന്നെ പീഡിപ്പിക്കുന്നത്? മനഃപൂർവ്വമായി ക്ഷമിക്കുവാൻ തയ്യാറാകണം. ഇത് ഒരു ദീർഘമാകുന്ന സബ്ജക്റ്റാണ്. ഞാൻ വിശദീകരിക്കുവാൻ ഇന്ന് രാത്രി സമയം കണ്ടെത്തുന്നില്ല. ഈ അൺഫോർഗീവ്നെസ്സുമായി ബന്ധപ്പെട്ട് ക്ഷമിക്കുന്ന മനസ്സ് ലഭിക്കണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 2:19 പറയുന്നത്, ക്ഷമ കൊണ്ട് നാം നമ്മുടെ പ്രാണനെ അവരുടെ പ്രാണനെ നേടുമെന്നാണ്. മലയാളത്തിൽ ആ ട്രാൻസ്ലേഷൻ നമുക്ക് കാണുവാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ 21-ാമത്തെ വാക്യത്തിൽ പത്രോസ് വന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, എത്ര വട്ടം സഹോദരൻ എന്നോട് തെറ്റ് ചെയ്താൽ എത്ര വട്ടം ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ? ഇത് വലിയൊരു കാര്യമായിട്ടാണ് പത്രോസ് പറയുന്നത്. 7 എന്ന് പറയുമ്പോൾ കർത്താവ് അവനെ അഭിനന്ദിക്കും. അയ്യോ, 7 വട്ടം ക്ഷമിക്കാൻ നീ തയ്യാറായോടാ, കൊള്ളാം, നീ മിടുക്കനാണല്ലോ, നിന്റെ മനസ്സ് വലുതാണ്. അങ്ങനെ കരുതിയാ പത്രോസ് എന്ന് പറയുന്നത്. കാരണം യഹൂദ റബ്ബാനിക് നിയമം അനുസരിച്ച്, യഹൂദ റബ്ബിമാരുടെ നിയമം അനുസരിച്ച് 3 വട്ടം ക്ഷമിച്ചാൽ മതി. ഒരാൾ എനിക്കെതിരെ തെറ്റ് ചെയ്യുമ്പോൾ 1 ക്ഷമിച്ചു, 2 ക്ഷമിച്ചു, 3 ക്ഷമിച്ചു, 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതി. ആ നിയമം ഉള്ളത് കൊണ്ടാണ് പത്രോസ് ഇവിടെ മിടുക്കനായി. 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? കർത്താവ് പറഞ്ഞു, 7 അല്ല മോനെ, 70 വട്ടം ക്ഷമിക്കണം. ക്ഷമ ലിമിറ്റ്ലെസ് ആണ്. കൂട്ടാമെങ്കിൽ കൂട്ടിക്കോ, 7 raised to 70 ആണ്. ലിമിറ്റ്ലെസ് ആണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഇതിന്റെ പഴയ നിയമ ആധാരങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 4:24 ലാമാക്ക് അവിടെ പ്രതികാരം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കായീനെതിരെ 7 വട്ടം പ്രതികാരം ചെയ്യുകയാണെങ്കിൽ ലാമാക്കിനെതിരെ 70 വട്ടം എന്ന് പറയുന്നുണ്ട്. അതിന് തുല്യമായിട്ട് തന്നെയാണ് യേശു പറയുന്നത്, പ്രതികാരം ചെയ്യുവാൻ ഈ ലോക മനുഷ്യർ 70 വട്ടം പ്രതികാരം ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ ഒരു ദൈവവൈതൽ 70 വട്ടം ക്ഷമിക്കുവാൻ തയ്യാറാകുന്നു. ആ ക്ഷമ ദൈവം നമുക്കോരോരുത്തർക്കും ദാനമായി തരുവാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് നമ്മോട് ദൈവം ക്ഷമിച്ചത് തന്നെ കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. മീഖാ പ്രവാചകന്റെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചിട്ട് അത് കടലിന്റെ അടിത്തട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മീഖാ 7:18-19 വാക്യങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കടലിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളുടെ പാപങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ എറിഞ്ഞു കളഞ്ഞു. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശങ്ങളിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊണ്ടിരിക്കുകയില്ല. അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയും. പസഫിക് സമുദ്രത്തില് ഗുഹാം ദ്വീപിന് അരികില് മരയാന കടൽക്കിടങ്ങാണ് ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ, കടലിൽ ഏറ്റവും കൂടുതൽ ആഴം കൂടിയ ഇടമെന്ന് പറയുന്നത്. അതിൻ്റെ ആഴം 11 കിലോമീറ്ററാണ്. 11,330, ഏതാണ്ട് 11,000 അത്രയും മീറ്ററാണ്. അത്രയും ആഴത്തിലാണ്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ദൈവ പൈതൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 9-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞു, മരയാന കടൽക്കിടങ്ങിന്റെ അവിടെ 11,330 അടി ആഴമുണ്ട്. ഇവൻ അറിയാതെ ഹല്ലേലൂയ പറഞ്ഞു പോയി. സാർ ചോദിച്ചു, എന്താടാ നീ ഹല്ലേലൂയ പറയുന്നത്? അവൻ പറഞ്ഞു, എൻ്റെ പാപം യേശു അത്രയും ആഴത്തിൽ കുഴിച്ചിട്ടത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചതാ. അത്രയും ആഴത്തിലാണ് നിന്റെ പാപം എറിഞ്ഞു കളഞ്ഞത്. നീ ചെയ്ത പാപത്തെ, നിന്റെ ഇന്നലത്തെ പാപത്തെ ഓർത്ത് നീ ഇന്ന് അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. ഏറ്റു പറഞ്ഞ വ്യക്തിയാണെങ്കിൽ, ഒറ്റ വാക്കിൽ ഏറ്റു പറഞ്ഞ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഫിനിഷ്. കർത്താവ് അത് ഓർക്കുക പോലും ചെയ്യുകയില്ല. നിന്നെ വന്ന് ഓർപ്പിക്കുന്നത് പിശാചാ. നീ ആ പാപം ചെയ്തില്ലേ, നീ അങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെ ചെയ്തില്ലേ, അതുകൊണ്ട് ദൈവം നിന്നെ അംഗീകരിക്കുകയില്ല. ഇനി മുതൽ നീ പ്രതികരിച്ചോണം, ഭോ പിശാചേ, മരയാന കടൽക്കിടങ്ങിന്റെ അടി കിടക്കുകയില്ല. ഒന്ന് എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വരാൻ ഒക്കത്തില്ല. യേശുവിന്റെ രക്തത്തിന് ഇച്ചിരി വെയിറ്റ് കൂടുതലാ. പിശാച് പിടിച്ചു പൊക്കിയാൽ പൊങ്ങുകയില്ല. ആമേൻ. വിശ്വസിക്കുക. അത്ര വലിയ ഒരു പാപക്ഷമ ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. അതിനാൽ യേശു കൊലോസി ലേഖനം 3:13 എഫേസ്യർ 4:31-32 വാക്യങ്ങളിലും കാണുവാൻ കഴിയുന്നു, ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നാം അന്യോന്യം ക്ഷമിക്കുവാൻ തയ്യാറാകണം. ദൈവം ഒരു വലിയ ഗിവറാണ്. ഗാഡ് ഈസ് എ ബിഗ് ഗിവർ. ദൈവം ആരെയൊക്കെ നൽകി? യേശുവിനെ നൽകി, പരിശുദ്ധാത്മാവിനെ നൽകി. എന്തൊക്കെ ദാനങ്ങൾ നമുക്ക് ദൈവം സൗജന്യമായി നൽകി. നമ്മുടെ കുറവുകളൊന്നും കണക്കിലെടുക്കാതെ ഇത്ര വലിയ ദാനങ്ങൾ ലഭിച്ച നാം, അടുത്ത ഒരു സഹോദരൻ നിനക്കെതിരെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ചൊല്ലി ആ അൺഫോർഗീവ്നെസ് നീ വെച്ചുകൊണ്ടിരിക്കരുത്. ദീർഘമാകുന്ന സബ്ജക്റ്റാണ്. ഈ ക്ഷമയുടെ മാതൃക യേശുവിന്റെ കാൽവറി ക്രൂശിലെ ക്ഷമയാണ്. കാൽവറിയിൽ 6 മണിക്കൂർ കിടക്കുന്ന യേശു തന്റെ 7 പ്രസ്താവനയിൽ 1-ാമത്തെ പ്രസ്താവന, ഇവർ ചെയ്തത് ഇന്നതെന്ന് ഇവർ അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പ്രൈസ് ദി ലോർഡ്.
ആ ക്ഷമയിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന 3 കാര്യങ്ങളാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. യേശുവിന്റെ പ്രസ്താവനയിൽ പറയുന്നത്, എല്ലാവരും നിരപരാധികളാകുന്നു. നിനക്കെതിരെ നിന്നെ വഞ്ചിച്ചവർ, നിന്നെ പീഡിപ്പിച്ചവർ, നിന്റെ 10 ലക്ഷം തട്ടിക്കൊണ്ടുപോയവർ, അവരെ നീ എന്തായിട്ട് കാണാം? അവൻ നിരപരാധിയാ, അവൻ നിരപരാധിയാ. യേശുവിന്റെ മുഖത്തെ രോമം പിടിതു പറിച്ചവർ, യേശുവിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയവർ, അവരെ നോക്കിയാണ് യേശു പറയുന്നത്, ഇവർ ചെയ്തത് ഇന്നതെന്ന് ഇവർ അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. എല്ലാവരും നിരപരാധികൾ. ഒരു അനുഭവം ഞാൻ പറയാം. ഒരു വിധവ തൻ്റെ മകൾക്ക് വേണ്ടി കല്യാണ ആവശ്യത്തിന് വേണ്ടി ബാല്യകാല കുഞ്ഞ് ജനിച്ച സമയം മുതൽ അവളുടെ ഭർത്താവ് മരിച്ചുപോയി. കിട്ടിയത് എല്ലാം അടുത്ത ബിസിനസ്സുകാരൻ്റെ കയ്യിൽ കൊടുത്തു. സൂക്ഷിക്കണം, കല്യാണപ്രായമാകുമ്പോൾ തരണം. ഈ കൊച്ചിൻ്റെ കല്യാണമാകിയ സമയത്ത് 1 ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു. ചെന്ന് ചോദിച്ചു, വിധവ ചോദിച്ചു, കല്യാണം ഒരു ഗൾഫുകാരൻ പയ്യൻ വന്ന് വിവാഹം ഉറപ്പിക്കാൻ പോവുകയാണ്. ഈ അമ്മ പറഞ്ഞു 1 ലക്ഷം രൂപ തരാം. ചെന്ന് ആ ബിസിനസ്സുകാരനോട് ചോദിച്ചപ്പോൾ ബിസിനസ്സുകാരൻ വലിയ തകർച്ചയിലൂടെ പോവുകയായിരുന്നു. എൻ്റെ പണമെല്ലാം നഷ്ടമായി. അപ്പോൾ കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. അവരോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസയില്ല. ഇവർ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കല്ല, ഒരു ദൈവദാസൻ്റെ അരികിലേക്കാണ് പോയത്. അതൊരു അനുഗ്രഹമായി തീർന്നു. അവർ ചെന്ന് ദൈവദാസനോട് പറഞ്ഞു, ദൈവദാസനെ ആ ബിസിനസ്സുകാർ 1 ലക്ഷം രൂപ തരുന്നില്ല. ആ ദൈവദാസൻ പറഞ്ഞു, നീ അതിനെക്കുറിച്ച് ഒന്നും പ്രകടനത്തിനും പോകണ്ട, രാഷ്ട്രീയക്കാരെയും കാണണ്ട, പോലീസുകാരെയും കാണണ്ട. നീ ആ ചെറുക്കനെ വിളിച്ച് പറഞ്ഞിട്ട് കല്യാണം നടക്കത്തില്ല, പൈസയില്ല, കല്യാണം നടക്കത്തില്ല. ദൈവം നിന്റെ മകൾക്ക് ഇതിലും ഏറ്റവും ശ്രേഷ്ഠമാകുന്ന വിവാഹം തരും. കേട്ടുകൊള്ളുക. അവൾ ചെന്ന് ഫോൺ എടുത്തിട്ട് ആ ചെറുക്കൻ്റെ അപ്പനെ വിളിച്ചു. ഈ കല്യാണം നടക്കുകയില്ല. പെട്ടെന്ന് കേട്ടുകൊണ്ടിരുന്ന ചെറുക്കൻ ഫോൺ എടുത്തു. ആ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അമ്മേ, എന്തുകൊണ്ടാണ് ഇത് കല്യാണം നടക്കാത്തത്? എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ? മോനെ, അങ്ങനല്ല, നിനക്ക് ഞാൻ 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിരുന്നു, തരാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലടാ. സംഭവം ഇതാ. ഈ ചെറുക്കൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു, 1 പൈസയും തരണ്ട, മോടെ കല്യാണത്തിന് ആവശ്യമുള്ള സകല ചെലവ് ഞാൻ വഹിച്ചോളാം, കല്യാണം നടക്കട്ടെ. അത്ഭുതം നോക്കുക. അവൾ ക്ഷമിക്കുവാൻ തയ്യാറായപ്പോൾ ഒറ്റ പൈസ ചെലവില്ലാതെ ആ കൊച്ചിൻ്റെ കല്യാണം ഏറ്റവും മനോഹരമാകുന്ന നിലയിൽ നടന്നു. തീർന്നിട്ടില്ല. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഈ ബിസിനസ്സുകാരുടെ ചങ്ക് തകർന്നിരിക്കുകയായിരുന്നു. ഈ വിധവയുടെ പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അയാളുടെ അവിടെയും ഇവിടെയും പോയി തപ്പി 6 മാസം കഴിഞ്ഞപ്പോൾ അവിടെ 1 ലക്ഷം രൂപ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. വിധവയ്ക്ക് ഡബിൾ അനുഗ്രഹം. 1 പൈസ ചെലവില്ലാതെ കല്യാണവും നടന്നു, 1 ലക്ഷം രൂപയും വന്നു. ഇവൾ കൊടി പിടിക്കാൻ പോയിരുന്നെങ്കിൽ ദൈവം ഇതിനകത്ത് പ്രവർത്തിക്കുമോ? ഇവൾ പോലീസ് സ്റ്റേഷനിൽ കയറി SIയും ആ സർക്കിളുമായിട്ട് വന്ന് ഈ ബിസിനസ്സുകാരെ അറസ്റ്റ് ചെയ്താൽ ദൈവം പ്രവർത്തിക്കുമോ? നീ ക്ഷമിച്ചാൽ നിന്റെ കാര്യം ദൈവം നോക്കും. നിനക്ക് 1 ലക്ഷമായിരിക്കും നഷ്ടപ്പെട്ടത്, പക്ഷേ മറ്റൊരു വാതിലിലൂടെ 10 ലക്ഷം തരുവാൻ ദൈവം വിശ്വസ്തനാ. ആമേൻ. വിശ്വസിക്കുക. നിങ്ങൾ ക്ഷമിക്കുവാൻ വയ്യ. ഒരാളിനോട് പറഞ്ഞു, തൻ്റെ മകൾ, സ്വന്തം മകൾ, ഒരു ഉന്നത കുടുംബത്തിൽ ജനിച്ച മകൾ, അവൾ ഒരു മുസ്ലിം പയ്യൻ്റെ കൂടെ ഓടിപ്പോയി പ്രേമിച്ച് വിവാഹം കഴിച്ചു. അപ്പൻ എന്നോട് പറഞ്ഞു, ഞാൻ എങ്ങനെ ക്ഷമിക്കും? ക്ഷമിക്കുവാൻ വയ്യാത്ത സാഹചര്യമാണ്. 100 കണക്കിന് സാഹചര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ 100 കണക്കിന് ആളുകളോട് ക്ഷമിക്കുവാനുണ്ട്. പക്ഷേ വേറെ ഒരു ഓപ്ഷനുമില്ല. ക്രിസ്തുവിൽ നിങ്ങൾക്ക് വളരണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു തീരുമാനം എടുക്കുക, ഞാൻ ക്ഷമിക്കാൻ പോകുകയാണ്. ക്ഷമ എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് അല്ല, ക്ഷമ ഒരു ഡിസിഷനാണ്, ഒരു തീരുമാനമാണ്. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് പറ, ക്ഷമ ഒരു തീരുമാനമാണ്. ആമേൻ. ക്ഷമയ്ക്കകത്തൊരു ഫീലിംഗ് ഒന്നും വേണ്ട, ക്ഷമ ഒരു തീരുമാനമാണ്. ആ തീരുമാനം നീ എടുക്കുക. വീണ്ടും അൺഫോർഗീവ്നെസ് വരികയാണെന്നുണ്ടെങ്കിൽ, ആർക്കെതിരെ അൺഫോർഗീവ്നെസ് വരുമോ, ഞാൻ ഇങ്ങനെയാണ് അതിനെ ആ ഭാഗം ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് പ്രാപ്തി വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിശകലനം ചെയ്യുക, അനലൈസ് ചെയ്യുക, സാഹചര്യങ്ങളെ അനലൈസ് ചെയ്യുക. തോമസ്, അവൻ എന്നെ പള്ളു പറഞ്ഞു, അവൻ എന്നെ കള്ളനെന്ന് വിളിച്ചു. മൈഗ്രെയിൻ തലവേദന മാത്രമല്ല, എൻ്റെ പ്രാർത്ഥനയും കർത്താവുമായിട്ടുള്ള ബന്ധത്തിനൊരു തടസ്സമായി. എനിക്ക് വേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, ക്ഷമിക്കാത്തവരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. തോമസ്, ശരി, അവൻ അങ്ങനെ പറഞ്ഞു, അവൻ നിരപരാധി, ഞാൻ അവരോട് ക്ഷമിക്കുന്നു. ഒരു തീരുമാനം നീ എടുക്ക, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. നീ ആ തീരുമാനമെടുത്ത് പിന്നീട് എപ്പോഴെങ്കിലും തോമസ് എനിക്കെതിരെ അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ചിന്ത വരുമ്പോൾ കരമുയർത്തി, തോമസിനെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. 10 പ്രാവശ്യം ചെയ്യുമ്പോൾ നിന്റെ മനസ്സിന് മനസ്സിലാകും, അയ്യോ, ഇയാളുടെ ഹൃദയത്തിൽ അൺഫോർഗീവ്നെസ് ഒന്നും കൊണ്ടിട്ട് ഒന്നും ഒരു കാര്യവുമില്ല. എപ്പോഴൊക്കെ വരുമോ അപ്പോഴെല്ലാം ഇയാൾ അനുഗ്രഹിക്കുക. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ആമേൻ പിണങ്ങിയിരിക്കുന്നവരുണ്ട്. ആ പരിപാടി നിർത്തണം. നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കണം, നിന്റെ ഭർത്താവിനെ നീ സ്നേഹിക്കണം. പലരും പിണങ്ങിയിരിക്കും, 2 ദിവസം പിണങ്ങിയിരിക്കും. പിണങ്ങിയിരുന്നാൽ ചിലരുടെയൊക്കെ പിണങ്ങിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ എഴുതി വെക്കുകയാണ്, എനിക്കൊരു ചായ വേണം, മേശപ്പുറത്ത് വെക്കും. ഭാര്യ കൊണ്ടുവന്ന് ചായ വെച്ചിട്ട് ചായ റെഡി എഴുതി വെക്കുക. ഇതാ പലരുടെ വീടുകളിൽ. ഒരു വീട്ടിൽ ഇങ്ങനെ നടന്നു. ഒരു വീട്ടിൽ പിണങ്ങി 2 ദിവസമായിട്ടിരിക്കുകയാണ്. ഭർത്താവിന് നാളെ തിരുവനന്തപുരത്തിന് പോകണം. എഴുതി വെച്ചു, മേശപ്പുറത്ത് എഴുതി വെച്ചു, നാളെ എനിക്ക് തിരുവനന്തപുരത്ത് പോകണം, 4 മണിക്ക് എന്നെ വിളിക്കണം. അയാൾ കിടന്നുറങ്ങി. രാവിലെ 8 മണിയായപ്പോഴാണ് ഉണർന്നു. അയ്യോ, എൻ്റെ ഭാര്യ എന്നെ വിളിച്ചില്ലേ? എഴുന്നേറ്റ് നോക്കിയപ്പോൾ മേശപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു, മണി 4 എഴുന്നേൽക്ക്.
ഇതൊക്കെയാണ് അൺഫോർഗീവ്നെസിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കരുത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നമേ ഇതെല്ലാം തീർക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബജീവിതം ഒരു സ്വർഗമാക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഭാര്യമാരോട് പറയും, നിങ്ങളുടെ ഭർത്താക്കന്മാർ ഭയങ്കര മൂർഖന്മാരും കോപികളുമാണെന്നുണ്ടെങ്കിൽ കോപിച്ച് വരുന്നുടനെ ഇങ്ങനെ കൈ അങ്ങോട്ട് ഉയർത്തിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അങ്ങനെ അനുഗ്രഹിക്കുന്നു. 10 പ്രാവശ്യം നീ പറയാവുന്നുണ്ടെങ്കിൽ ഇയാൾ എവിടെ കോപിക്കാനോ? ഇയാൾക്ക് മനസ്സിലാകും കോപിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല, ഇവൾ അനുഗ്രഹിക്കുകയുള്ളൂ. തിരിച്ച് അദ്ദേഹവും തുടങ്ങും അനുഗ്രഹിക്കുവാൻ വേണ്ടി. നിന്റെ കുടുംബം ഒരു അനുഗ്രഹത്തിന്റെ കുടുംബമായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശത്രുവിനെ നീ അനുഗ്രഹിച്ചു തുടങ്ങുക. അതിന്റെ ആഴമാണ് നിങ്ങൾക്ക് സ്നേഹത്തിന്റെ നിയമം. യേശു പറയുന്ന സ്നേഹത്തിന്റെ നിയമം മത്തായി 5:44 കാണുവാൻ കഴിയുന്ന നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. പഴയ നിയമത്തിലെ സ്നേഹത്തിന്റെ നിയമം എന്താണെന്ന് അറിയാമോ? കണ്ണ്. അവിടുത്തെ നിയമം വ്യത്യസ്തമാണ്. സ്നേഹിക്കുന്നവനെ സ്നേഹിക്കുക. എന്നെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കുക. നിന്റെ കണ്ണൊരുത്തൻ എടുക്കുകയാണെങ്കിൽ നീ അവന്റെ കണ്ണും എടുത്തു. നിന്റെ കൈ വെട്ടിയാൽ അവന്റെ കൈയും വെട്ടിക്കൂ. നിന്റെ ജീവൻ എടുത്താൽ അവന്റെ ബന്ധു വന്നിട്ട് അവന്റെ ജീവനും എടുത്തു. അതാണ് പഴയ നിയമത്തിലെ സ്നേഹത്തിന്റെ നിയമം. അതിനും പകരമായിട്ടാണ് യേശു പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ മേൽ ന്യായവിധി വരാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. മറ്റുള്ളവന് നാശം വരുവാനുള്ള പ്രാർത്ഥന പുതിയ നിയമത്തിൽ ഇല്ല. മറ്റുള്ളവനെ അനുഗ്രഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയെ പുതിയ നിയമത്തിലുള്ളൂ. പലരും പഴയ നിയമത്തിൽ കിടന്നങ്ങ് കറങ്ങുക. ദാവീദിന്റെ പല പ്രാർത്ഥനയും വെച്ചുകൊണ്ട് അയലോക്കക്കാരനെ എല്ലാം അങ്ങ് നശിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ മേൽ തന്നെ അത് ബന്ധനമായി തീരും. നീ പുതിയ നിയമ വിശ്വാസിയാണെങ്കിൽ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടൊരു വിശ്വാസിയാണെങ്കിൽ, നിന്റെ ശത്രുവിനെ അനുഗ്രഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന മാത്രമേ പുതിയ നിയമത്തിലുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആ ഭാഗം എടുത്തു വായിക്കുക. അവിടെ അത് വളരെ വ്യക്തമാകുന്നു. ആമേൻ. സകലരും നിരപരാധികൾ ഇറങ്ങി വന്ന് സ്നേഹിച്ചു, പൂർണ്ണമായി ക്ഷമിച്ചു. ഈ 3 ഭാഗങ്ങളാണ്, വിശദീകരിക്കുന്നില്ല. ക്ഷമിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, പൂർണ്ണമായി ക്ഷമിക്കുവാൻ തയ്യാറാകുക. ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. പലതും സംഭവിച്ചു, ഇന്നലകളിൽ പലതും സംഭവിച്ചു. മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കണം. എടാ മനസ്സേ, നീ അവനെതിരെ ഈ അൺഫോർഗിവ്നെസ് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രയോജനമില്ല. വെറുതെ മൈഗ്രൈൻ തലവേദന വരും. പറഞ്ഞു മനസ്സിലാക്കണം. അത് മാത്രമല്ല, അതൊരു വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യമാകുന്നല്ലോ. നിന്റെ കർത്താവുമായിട്ടുള്ള ബന്ധം, സ്നേഹബന്ധത്തിനൊരു ഉലച്ചില വെച്ചുകൊണ്ടിരിക്കരുത്. ക്ഷമിക്ക്, ഞാൻ അവനെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഒരു വലിയ അത്ഭുത വിടുതൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പല രോഗബന്ധനങ്ങളും ആമേൻ പൊട്ടിമാറും. റിലേഷൻഷിപ്പ് പുതുക്കപ്പെടുവാൻ പോകുകയാണ്. ഇത് നിരന്തരമായി പ്രായോഗിക ജീവിതത്തിൽ വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങൾ എപ്പോഴൊക്കെ അൺഫോർഗീവ്നെസ്, ബിറ്റർനെസ് വരുവാനുള്ള സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിലെല്ലാം നീ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദിനംതോറും ഒരു സ്വസ്ഥത, സമാധാനമുള്ള മനസ്സുമായി നിനക്ക് ജീവിക്കുവാൻ കഴിയും. ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എറണാകുളത്ത് കലാഭവൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് സ്കൂളുണ്ട്. അത് തുടങ്ങിയത് ആബേലച്ചൻ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക സന്യാസി അച്ഛനാണ്. ആ അച്ഛന് വർഷങ്ങൾക്ക് മുന്നമേ തുടങ്ങിയത്. ഇന്ന് അച്ഛൻ മരിച്ചുപോയി. ആബേലച്ചന് റോമിൽ പഠിച്ചതാണ് അച്ചപ്പട്ടത്തിന്. അച്ഛന് കാരക്കാമുറി ആശ്രമത്തിൽ നിന്ന് എറണാകുളം നോർത്തിലാണ് ഈ കലാഭവൻ. കാരക്കാമുറി ആശ്രമത്തിൽ നിന്ന് അവർക്ക് കറുത്ത കുപ്പായം, ഒരു തവിട്ട് കുപ്പായമാണ്. തവിട്ട് കുപ്പായവും ഒരു കാലൻ കുടയും പിടിച്ചുകൊണ്ട് അച്ഛൻ നടന്നു വരും. അച്ഛൻ നടന്ന്, ഒരു നീളം കുറവാണ്, കഷണ്ടിയാണ്, നടന്നു വരും. കാരക്കാമുറി ആശ്രമത്തിൽ നിന്ന് എറണാകുളം നോർത്തിലേക്ക് കലാഭവനിലേക്ക് നടന്നു വരും. ഇവിടെ കല്ലൂർ സ്റ്റേഡിയം അന്നില്ലായിരുന്നു. കല്ലൂർ സ്റ്റേഡിയത്തിൽ ഗ്രൗണ്ടായിരുന്നു. ആ ഗ്രൗണ്ടിൽ പിള്ളേർ രാവിലെ ഇരുന്ന് കളിക്കും. ആ കളിക്കുന്ന സന്ദർഭത്തിൽ അച്ഛൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പിള്ളേർ കല്ല് വലിച്ചെറിയും. മൊട്ടത്തലയാ, കല്ല് വലിച്ചെറിഞ്ഞ് മൊട്ടത്തലയാ എന്ന് വിളിക്കും. അച്ഛനൊന്നും പറയത്തില്ല, ഇടം പോലും നോക്കത്തില്ല, കുടയും പിടിച്ച് നടന്നങ്ങ് പോകും. പിറ്റേ ദിവസവും അച്ഛൻ ഇതുവഴി തന്നെ വരും. ഈ കുട്ടികൾക്ക് അത്ഭുതം തോന്നി. ഈ അച്ഛനെ മൊട്ടത്തലയെന്ന് വിളിച്ചിട്ടും വഴിമാറിപ്പോകുന്നില്ലല്ലോ, കല്ല് വലിച്ചെറിഞ്ഞിട്ടും വഴിമാറിപ്പോകുന്നില്ലല്ലോ. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുവൻ ഇന്ന് ഒരു സിനിമാ സംവിധായകനാണ്, സിദ്ദിഖ്. അവിടെ കലാഭവനിൽ പഠിച്ചതാണ്. കലാഭവനിൽ പഠിക്കുവാൻ വേണ്ടി ചെന്നപ്പോൾ ഈ അച്ഛനോട്, ആബേലച്ചനോട് ചോദിച്ചു, ആബേലച്ച, അന്ന് ഞങ്ങൾ കല്ല് വലിച്ചെറിഞ്ഞു, ഞങ്ങളെല്ലാം കൂടെ മൊട്ടത്തലയാന്ന് വിളിച്ചു, അച്ഛനെന്താ വഴിമാറി പോകാതിരുന്നത്? അച്ഛൻ പറഞ്ഞു, എടാ മോനെ, ഞാൻ റോമിലാണ് അച്ചപ്പട്ടത്തിന് പഠിച്ചത്. ഞങ്ങളവിടെ അച്ചപ്പട്ടത്തിന് പഠിക്കുമ്പോൾ ഞങ്ങൾ ആശ്രമത്തിൽ നിന്നും പഠിക്കുന്ന സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ ഞങ്ങളുടെ അധ്യാപകർ കാശ് കൊടുത്ത് ആളുകളെ നിർത്തും, കല്ലെടുത്തെറിയാൻ വേണ്ടി, ഞങ്ങളെ തെറി പറയുവാൻ വേണ്ടി. എന്തിനാ? ക്ഷമ പഠിപ്പിക്കുവാൻ വേണ്ടി. അന്ന് കാശ് കൊടുത്താണ് ഞങ്ങളുടെ അധ്യാപകർ ആളുകളെ നിർത്തുന്നത്. ഇവിടെ ഒരു പൈസ ചെലവില്ലാതെ എനിക്ക് ക്ഷമ പഠിക്കാൻ ഒരു അവസരം ലഭിക്കുമ്പോൾ ഞാൻ എന്തിനാ വഴിമാറിപ്പോകേണ്ടത്? നിനക്ക് ക്ഷമ പഠിക്കാനുള്ള ഒരു അവസരമാണ്. ആരെങ്കിലും നിന്നെ നോക്കി കഴുതേ എന്ന് വിളിക്കുമ്പോൾ നിനക്ക് ക്ഷമ പഠിക്കാൻ നീ സന്തോഷിക്കണം. എടാ 10 പ്രാവശ്യം കൂടെ വിളിയടാ.
ആമേൻ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അതാദിനങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ സൗഖ്യമാക്കുന്ന യേശു ഇന്ന് ഈ സമാപന മിനിറ്റുകളിൽ നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്ന കയ്പുകളെ പുറത്തു കൊണ്ടുവരട്ടെ. ആമേൻ. ക്ഷമിക്കുവാൻ കഴിയാത്ത മനസ്സ് പുറത്തു വരട്ടെ. ആ ക്ഷമിക്കുവാൻ കഴിയാത്ത മനസ്സ്, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകും. നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയണമെന്ന് ആഗ്രഹമുണ്ടോ? എപ്പോഴും ക്ഷമിക്കുന്നവരായി തീരണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരഭിഷേകമുണ്ട്. ഏതഭിഷേകമാണെന്നറിയാമോ? സ്നേഹത്തിന്റെ അഭിഷേകം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് പകൽ, ഇന്ന് രാത്രി സ്നേഹത്തിന്റെ അഭിഷേകം വേണമെന്ന്? അത് അഭിഷേകമാണ്. നിറഞ്ഞു തുളുമ്പും. ആ അൺഫോർഗീവ്നെസ് നിന്നെ വിട്ടുപോകട്ടെ. ആ ബിറ്റർനെസ് നിന്നെ വിട്ടുപോകട്ടെ. നിന്റെ ഹൃദയത്തിൽ നിന്ന് ആ ബിറ്റർനെസ് വിട്ടുപോകട്ടെ. വ്യാകുലതകൾ വിട്ടുപോകട്ടെ. സാഡ്നെസ് വിട്ടുപോകട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്നേഹത്തിന്റെ അഭിഷേകത്തിന്റെ ഒരു പകർച്ച. ജീസസ്, oh Jesus, Jesus, oh Jesus, Jesus, oh